ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഒരു വൃദ്ധസദനം സന്ദർശിക്കണം എന്നുള്ളത്. ഞാൻ എന്റെ വൈഫായിട്ട് എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഒരു സംഭവത്തിൽ പോകണം, അവിടുത്തെ അന്തേവാസികളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം എന്നുള്ളതൊക്കെ. എന്തായാലും പഠിച്ചവന്റെ കാരണത്താൽ ഇന്നത് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തൂവൂരുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. ഇവിടെ എത്താനൊരു കാരണമുണ്ട്. ഡ്രീം ക്രിയേറ്റേഴ്സ് എന്ന കൂട്ടായ്മയുടെ ഒരു ഫാമിലി മീറ്റപ്പ് ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനുണ്ട്. എന്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്.
എന്ന തിരുവചനത്തെ ആസ്പദമാക്കിയാണ് ഈ ആശ്രമം ഇവിടെ ഉരുത്തിരിഞ്ഞത്. ഏകദേശം 27 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആശ്രമം രൂപപ്പെടുമ്പോൾ ഈ ആശ്രമത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഒന്നുമില്ലായിരുന്നു. നല്ല മനസ്സുകളുടെ സഹായത്തോടെയും നാട്ടുകാരുടെ സഹായത്തോടെയും ഒക്കെയാണ് ഈ ആശ്രമം ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഒരു 4000-ഓളം മക്കൾ ഈ ആശ്രമത്തിലേക്ക് ഇതിനോടൊപ്പം കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആശ്രമത്തിലുള്ളത് ഒരു 150-ഓളം മക്കളുണ്ട്. ഒരു 20-25 മക്കളെ നമ്മൾ ഇവിടെ നിന്ന് വിവാഹം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ അവരും അവരുടെ കൊച്ചുമക്കളും അവരുടെ കുടുംബവുമായി വിശേഷങ്ങൾക്കൊക്കെ അവിടെ നിന്ന് വരാറുണ്ട്. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, അങ്ങനെ ഈ ആശ്രമം ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പരിപാലന മുന്നോട്ട് മാത്രമാണ്. പിന്നെ ആശ്രമത്തിന്റെ അധികാരികൾ എന്ന് പറയപ്പെടുന്നത് അത് മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ജോസഫ് എന്ന സന്യാസിനി സമൂഹമാണ്. സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകൻ മോൺസിഞ്ഞർ പള്ളിക്കാരൻ അച്ഛനാണ്. അച്ഛന്റെ വിഭാവനയെ ഉയർത്തിരിഞ്ഞ ഒരു ആശ്രമമാണ് ഇന്ന് ഇവിടെ ഇത്രത്തോളം എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ ആശ്രമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇതൊക്കെയാണ് ഈ ആശ്രമത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇന്നിവിടെ 150-ഓളം മക്കളുണ്ട്. ഇന്നും ഈ നാട്ടുകാരുടെ സഹായത്തോടെ ഈ ആശ്രമം മുന്നോട്ട് പോകുന്നത്. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ഈ ആശ്രമത്തില് പഠിക്കുന്ന മക്കളുണ്ട്, നഴ്സിംഗ് കഴിഞ്ഞ മക്കളുണ്ട്, +1, +2 പഠിക്കുന്ന മക്കളുണ്ട്. പിന്നെ ചുരുക്കം ചില മക്കള് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ജോലിയിലായിരിക്കുന്ന മക്കളുണ്ട്. പിന്നെ മെഡിസിന് നല്ലൊരു ചെലവാകുന്നുണ്ട്. എല്ലാവർക്കും രാവിലെ വൈകുന്നേരം പിന്നെ ഡ്രസ്സ് അതുപോലെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും ഡെയിലി ഭക്ഷണം ഒരു മിനിമം ഒരു 15,000-നോടടുത്ത് എന്തായാലും ഡെയിലി. അപ്പോ നമുക്കറിയാം നമ്മളെ നാടുകളില് ഒരുപാട് ഇങ്ങനത്തെ ഓൾഡേജ് ഹോമുകളും വൃദ്ധസദനങ്ങളും ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് എല്ലാവരും ചിന്തിച്ചാൽ മതി ഒരു ദിവസം അവരെങ്ങനെ കഴിയുന്നു. കാരണം ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, 150 സംതിങ് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി ഒരു ദിവസത്തെ ചെലവ് അതിന് എത്ര വരും, അതുപോലെ അവർക്ക് എവിടെ നിന്നാണ് വരവ് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചറിയാവുന്നതാണ്. അപ്പൊ ഈ ഒരു സംഭവത്തില്, ഈ ഒരു ഓൾഡേജ് ഹോമില് നിങ്ങൾക്കും സാമ്പത്തികമായിട്ട് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റും. വലിയ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നല്ല പറയുന്നത്, ചെറിയ ചെറിയ സഹായങ്ങൾ നിങ്ങൾക്കും ചെയ്യാം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്കും ചെയ്യാം. അതിന് താഴെ നമ്മൾ അതിന്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ സംഭാവന ചെയ്യാൻ പറ്റും.